സാധിക്കുള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടു, മുഹമ്മദ് നബി ഒരു സോഷ്യലിസ്റ്റ് ആണ്. സോഷ്യലിസം വന്നതെന്നാണോ എനിക്കറിയാൻ വയ്യ. മുഹമ്മദ് നബി ഒരു സോഷ്യലിസ്റ്റ് ആണ്. ശരിയാണ്, അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പലതരത്തിലുള്ള. എന്നാൽ രാമരാജ്യം എന്ന സങ്കല്പത്തെ പറ്റി പറയുവോ? മഹാത്മാഗാന്ധിയെ സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം കൊടുത്ത് മുന്നോട്ട് നയിച്ചിരുന്ന രാമരാജ്യം എന്ന ധർമ്മരാഷ്ട്ര സങ്കല്പമാണ്. മുഹമ്മദ് നബി സോഷ്യലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആദർശ രാഷ്ട്രം ഇത് രാമരാജ്യമായി തീരണം പറയാൻ സാധിക്കുമോ? കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു പുസ്തക പ്രസാദനത്തിന് ഉത്തരേന്ത്യയിൽ നിന്നൊരു സ്വാമി വന്നു. അപ്പൊ ആ സ്വാമി പറഞ്ഞിട്ടോ, സ്വാമിയുടെ മനസ്സറിഞ്ഞിട്ടോ, സംഘാടകർ പറഞ്ഞു ആ സ്വാമി സ്ത്രീകളോടൊപ്പം വേദി പങ്കിടാറില്ല. വേദിയിലിരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ആ സ്വാമി വേദി അവരെങ്ങനെ ധരിച്ചു? സ്വാമി പറഞ്ഞിട്ടില്ല എന്നാണ് പറയണത്. അതുകൊണ്ട് വേദിയിലേക്ക് നിശ്ചയിച്ച ഒരു വനിതയെ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞു. അതുണ്ടാക്കിയ പുകില് നമ്മൾ മറന്നിട്ടുണ്ടോ? എന്റെ അമ്മ സർവമാന ഹിന്ദു ധർമ്മത്തെയും വലിച്ചിട്ട് ചവിട്ടി. ഹിന്ദുക്കൾ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾക്ക് സ്ഥാനമില്ല, ആനയാണ് ചേനയാണ്, ആക്ടിവിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും ഒക്കെ കൂടെ ഉടുത്തു കഴിച്ചിട്ട് ചാടി എന്ന് പറഞ്ഞാൽ അതിശയോക്തിയൊന്നുമില്ല. അത്രയും വലിയ ബഹളമാണ് ഇവിടെ ഉണ്ടാക്കിയത്. എന്നാൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. കാസർഗോഡ് കുണിയയിൽ നടന്ന സമസ്ത സമ്മേളനത്തില് മുഖ്യമന്ത്രി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ ഒരു സ്ത്രീയെ പോലും പങ്കെടുപ്പിച്ചില്ല. വേദിയിൽ മാത്രമല്ല, സദസ്സിലും. മാത്രമല്ല, സമ്മേളനത്തിന്റെ തീരുമാനമായി അവർ പറഞ്ഞു, സ്ത്രീകൾ പൊതുരംഗത്ത് വരരുത്. സ്ത്രീകളെ രാഷ്ട്രീയമോ ആത്മീയമോ ആയ ഒരു പൊതുരംഗത്തും സ്ത്രീകൾ വരരുത് എന്ന് പ്രസ്താവന ഇറക്കിയ ഒരു സമ്മേളനത്തിൽ പോകുമ്പോൾ ശബരിമലയിലേക്ക് യുവതികളെ കയറ്റാൻ വേണ്ടി താരകമാരെയും പൂതനമാരെയും വേഷം കെട്ടിച്ച് ഇറക്കി ഫോട്ടോ കൊണ്ടെടുപ്പിച്ച മുഖ്യമന്ത്രിക്ക് നൊന്തുവോ? ശബരിമലയിൽ ലിംഗവിവേചനമൊന്നുമില്ല, ഒരു പ്രായത്തിലുള്ള ഒരു ആചാരം മാത്രമേ ഉള്ളൂ. അതുപോലും വിഷമിച്ച് വനിതാ മതിൽ കെട്ടി ആക്ടിവിസ്റ്റുകളെ ചാക്കിന്റെ ഉള്ളിൽ കെട്ടി സന്നിധാനത്ത് കൊണ്ടുപോയി കൊടഞ്ഞിട്ട് ഫോട്ടോ എടുത്ത മുഖ്യമന്ത്രിക്ക് സ്ത്രീകൾ പൊതുരംഗത്ത് വരരുത് എന്ന് പറഞ്ഞൊരു സംഘടനയിൽ ചെന്നിട്ട് അതിനെപ്പറ്റി എന്ന് മിണ്ടിയോ? യുവതീ പ്രവേശന സമയത്ത് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നാട് മുഴുവൻ നവോത്ഥാന സദസ്സുകൾ നടത്തി. ഹിന്ദുവിന്റെ അപ്പനപ്പന്മാരെ തൊട്ട് മഹർഷിമാരെ വരെ ചീത്ത പറഞ്ഞു. രാമായണവും മഹാഭാരതവും പോസ്റ്റ്മോർട്ടം നടത്തി. എന്തിന്? ശ്രീമതി ടീച്ചറെ പോലുള്ളവര് ഹിന്ദു സ്ത്രീകൾ കുളിച്ച് ഈറനെടുത്ത് അമ്പലത്തിൽ പോണത് നഗ്നത കാണിക്കാനാണ് എന്നുവരെ പുലഭ്യം പറഞ്ഞു. എന്നാൽ പരസ്യമായി സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരരുത് എന്ന് പറഞ്ഞൊരു സംഘടനയിൽ പോയി മുഖ്യ അതിഥിയായി പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്ക് വിഷമമുണ്ടായില്ല, പ്രതിപക്ഷ നേതാവിന് വിഷമമുണ്ടായില്ല. വി ഡി സതീശനും പങ്കെടുത്തു, മുഖ്യമന്ത്രിയും പങ്കെടുത്തു, വി ഡി സതീശനും പങ്കെടുത്തു. എന്തുകൊണ്ട്? പിന്നെയോ സോഷ്യലിസ്റ്റ് ആണെന്ന് വിളംബരവും ചെയ്തു. എന്താ സോഷ്യലിസം എന്നാണ് ഇനി പഠിക്കേണ്ടത്. സ്ത്രീകൾ പൊതുരംഗത്ത് വരരുത് എന്നതാണോ സോഷ്യലിസം? സ്ത്രീ അവരുടെ മുഖം പോലും പുറത്തു കാണിക്കരുത് എന്ന് പറയുന്നതാണോ സോഷ്യലിസം? കാരണം അതൊന്നും ഹിന്ദുവിന്റെ ആയിരുന്നില്ല, അതൊന്നും ഹിന്ദുവിന്റെ ആയിരുന്നില്ല. മറിച്ച് നെല്ല്, തെങ്ങ്, പറങ്കിമാവ്, ഈ മൂന്നെണ്ണം മാത്രമേ ഇതിൽ പെട്ടുള്ളൂ. ക്ഷേത്രങ്ങളുടെയും ഹൈന്ദവ സമൂഹത്തിന്റെയും സ്വത്ത് കവർന്നെടുക്കുക എന്ന ഏക ഉദ്ദേശത്തോടെയാണ് ഭൂപരിഷ്കരണം നടപ്പാക്കിയത്. സാധാരണക്കാരന് കിട്ടണമെങ്കിൽ തോട്ടം തൊഴിലാളികളുണ്ട്, അവരതിന്റെ ഉടമസ്ഥനാവണ്ടേ? തോട്ടം വീതിച്ചു കൊടുക്കണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് കൂട്ടുടമസ്ഥതയിലേക്ക് മാറ്റി കൊടുക്കെങ്കിലും വേണ്ടേ? അതല്ലേ കമ്മ്യൂണിസം. മുതലാളിയിൽ നിന്ന് കൂട്ടുടമസ്ഥനിലേക്ക് കൊടുക്കണ്ടേ? കൊടുത്തില്ലല്ലോ. അപ്പൊ ഉദ്ദേശം സോഷ്യലിസം ആയിരുന്നില്ല, നമ്മളെ നിർഗതി പിടിപ്പിക്കുക. ഇത് നമ്മൾ അറിഞ്ഞിട്ട് പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ആർക്കെങ്കിലും ഈ വിഷമം ഉണ്ടായിട്ടുണ്ടോ? അമ്പലം പൊളിക്കണം എന്ന് പറഞ്ഞവരാണ് ഇവര്, ഗണപതി മിത്താണെന്ന് പറഞ്ഞവരാണ് ഇവര്, ദേവീ ദേവന്മാരെ നഗ്നരാക്കി വരച്ചവർക്ക് സമ്മാനം കൊടുക്കുന്നവരാണ്. മീശ എന്ന നോവൽ എഴുതി ഹൈന്ദവ ഭക്തർ മുഴുവൻ, ഹൈന്ദവ ഭക്തരായ സ്ത്രീകൾ മുഴുവൻ വേശ്യകളാണെന്ന് പറഞ്ഞപ്പോൾ ഇടതും വലതും നിന്നവർക്ക് സമ്മാനം കൊടുക്കുകയായിരുന്നു. ഇടതന്മാര് മാത്രമല്ല, രമേശ് ചെന്നിത്തല എന്ന ഭക്തനായി, കപട ഭക്തനായി അഭിനയിക്കുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, എന്റെ മകന്റെ കമ്പനി, പുസ്തക പ്രസാധന കമ്പനിയെ കൊണ്ട് ഞാൻ മീശ നോവൽ അടിപ്പിക്കുന്നേ പറഞ്ഞത്. ഹിന്ദു ഭക്തകൾ മുഴുവൻ വേശ്യകളാണ് എന്ന് പറഞ്ഞ നോവല് എന്റെ മകന്റെ പ്രസാധന കമ്പനിയിൽ ഞാൻ അടിച്ച് വിതരണം ചെയ്യും എന്ന് പറഞ്ഞ പ്രതിപക്ഷം, അവർക്കെല്ലാം അവാർഡും കൊടുത്ത ഭരണപക്ഷം, ഇതെപ്പോഴെങ്കിലും പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ നമ്മൾ ഓർത്തുവോ? ഓർത്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതികേട് വരില്ല.
നമ്മുടെ സ്വർണം പോവില്ല, നമ്മുടെ വിശ്വാസം പോവില്ല, ഒന്നും പോവില്ല. അവിടെയാണ് ഈ ഏകതാ സമ്മേളനങ്ങളുടെ പ്രസക്തി. ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറമായ ഒരു കൂട്ടായ്മയായിട്ട് ഇത് വളർന്നു വരണം.